ഒരു വലിയ തലവേദനയ്ക്ക് ഒരു പരിഹാരമാവുമെന്ന് തോന്നുന്നു. അതായത് സ്പാം കോളുകൾ. നമുക്ക് പല ബാങ്കിൽ നിന്നും മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കോൾ വരും, പ്രൊമോഷണൽ കോൾ. സാധാരണ നമ്പർ കാണുമ്പോൾ ധാരണാവുമെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്പർ എടുത്ത് വെച്ച് കഴിയുമ്പോഴാണ്, സാർ ഞങ്ങൾ ഇന്ന ബാങ്കിൽ നിന്നാണ്, ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വേണോ സാർ? അതേപോലെ 100 കൂട്ടം കോളുകൾ. നമുക്കിതൊരു വലിയ ശല്യമാണ്. പക്ഷേ ഇതിന് ശരിക്കൊരു ഒരു രീതിയുണ്ട്. 140 എന്ന് തുടങ്ങുന്ന നമ്പറിൽ നിന്ന് വരുന്ന കോളാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കിക്കോളൂ അത് പ്രൊമോഷൻ കോളാണ്. അപ്പോൾ അത് എടുക്കണ്ട, നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ട്രൂ കോളർ വെച്ചൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നോർമൽ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നെങ്കിൽ നമ്മൾ എടുത്ത് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും ക്രെഡിറ്റ് കാർഡ് വേണോ സാർ, അല്ലെങ്കിൽ ലോൺ വേണോ സാർ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് കേൾക്കുക. പ്രാന്ത് പിടിക്കും. അത്യാവശ്യം തിരക്കുള്ള നേരത്തേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ദേഷ്യം വരും. പക്ഷേ ഇതിനൊരു പരിഹാരം വരികയാണ്. ട്രായുടെ പുതിയ നിയമമാണ്. ഇനി മുതൽ പ്രൊമോഷണൽ കോൾ വരുന്നെങ്കിൽ അത് ഈ 140 തുടങ്ങുന്ന നമ്പറിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ പറ്റൂ. പിന്നെ സർവീസ് കോളുകളാണെങ്കിൽ 1600 എന്ന നമ്പറിൽ നിന്ന് തുടങ്ങുന്ന തരത്തിലുള്ള കോളുകളായിരിക്കണം. അങ്ങനെ പറ്റൂ. അല്ലാതെ സാധാരണ നമ്പറിൽ നിന്ന് വന്നിട്ട് ഇത്തരത്തിൽ പ്രൊമോഷനോ സർവീസോ പറഞ്ഞാൽ അത് അവർക്ക് പണിയാവും. അവർക്കെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടെലികോം ഓപ്പറേറ്റർ അപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടി നമ്മുടെ ടെലികോം ഓപ്പറേറ്റർ എടുത്തിരിക്കണം. എടുത്തില്ലെങ്കിൽ 2 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് ആ ടെലികോം ഓപ്പറേറ്റർക്ക് ഫൈൻ കിട്ടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് ഈ ഒരു ന്യൂസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ശ്രദ്ധിച്ചോളൂ. നല്ലൊരു വാർത്തയാണ് നമ്മളെ സംബന്ധിച്ച്. അതെ, ഇന്ന് ഒരു വാർത്തയാണ്. ടെക് ന്യൂസ് ആണ്. ആദ്യത്തെ വാർത്തയാണ് പറഞ്ഞത്. നല്ല വാർത്ത പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത വാർത്ത, ജിയോ ഹോട്ട്സ്റ്റാർ മെർജായി. ജിയോയും ഹോട്ട്സ്റ്റാറും രണ്ടും ഒന്നായിട്ടുണ്ട്. ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള പ്രൈസ് ചാർട്ട് ഇതായി കാണുന്നതാണ്. ഞാൻ ഓൾറെഡി പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ള ആളാണ്. എന്നെപ്പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടേത് ഓട്ടോമാറ്റിക്കലി ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് മാറിയിട്ടുണ്ടാവും. പ്രീമിയം പ്ലാനിലേക്ക് തന്നെ മാറിയിട്ടുണ്ടാവും. അത് ഇങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ വന്നത്. സംഭവം കൊള്ളാം. ഈ ഹാരി പോട്ടർ പോലുള്ള സിനിമകളുടെയൊക്കെ ഒരു സീരീസ് കാണാൻ വേണ്ടി ഞാൻ ജിയോ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പല സമയത്തും പല സ്പോർട്സുകൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ജിയോ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഇനി ആ പ്രശ്നമില്ല. ഓൾറെഡി ഹോട്ട്സ്റ്റാർ പ്രീമിയം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടും കൂടി മെർജ് ആയ സ്ഥിതിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ ഷോകൾ പുതിയത് കാണാൻ കിടക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എൻജോയ് ചെയ്യുക. ജിയോ ഹോട്ട്സ്റ്റാർ ഒരുമിച്ചായി. ഇനി അടുത്ത കാര്യമാണ്, ആപ്പിൾ അവരുടെ iPhone 16e ഇറക്കിയിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കേട്ടതിൽ നിന്നും ഒരുപാട് പേര് വെറും കട ഒന്നും ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഭവം 16 ഉണ്ടോ നമുക്കറിയാം. അത് 80,000 കിട്ടാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് 59,900, അതായത് 60,000 രൂപയ്ക്ക് ഈ ഫോൺ വരുമ്പോൾ ഇതിനകത്ത് കുറേ കുറവുകളുണ്ട്. ഒന്ന്, മാക്സ് സേഫ് ഇല്ല. അതായത് ആ ഫാസ്റ്റ് ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ചെയ്യുന്ന സംവിധാനമില്ല. സാധാ QI ചാർജിങ് ആണ്. അപ്പോൾ ഒരു 7.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുള്ളൂ. മറ്റേതാണെങ്കിൽ 25 വാട്ടിൻ്റെ കിട്ടിയാനേ. അപ്പോൾ ആ മാക്സ് സേഫ് ഒരു കാര്യമില്ലാണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ നോച്ച് ഡിസൈൻ, പഴയ നോച്ച് ഡിസൈനാണ്. ഡൈനാമിക് ഐലൻഡ് ഇല്ല. പെർഫോമൻസിൽ കോറുകളാണെങ്കിൽ GPU കോറിൽ ഒരെണ്ണം കുറവാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ കുറച്ചിട്ടുണ്ട്. അതേപോലെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറവാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്തിനാണ് ആപ്പിൾ കൊണ്ടുവന്നത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. എൻ്റെ പൊന്നാപ്പിളെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഫാൻസ് അടക്കം ഒരുപാട് പേര് പറയുന്നത്. സോ iPhone 16e കുറിച്ചുള്ള ഒരു ഷോർട്ടായിട്ടുള്ള അഭിപ്രായം അത് തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നും വേണ്ട. ആരും അങ്ങനെ വെറുതെ പറയുന്നൊന്നുമല്ല. ഒരു 10 രൂപ കുറഞ്ഞിരുന്നുവെങ്കിൽ, അതായത് 60,000 ഇറക്കിയത് ഒരു 50,000 ആയിരുന്നു ഈ 128 GB കിട്ടുന്നെങ്കിൽ, 49,900 ആ റേഞ്ചിൽ കിട്ടുമായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ആപ്പിൾ തിങ്സ് എന്തായാലും ഒരു 10 രൂപ കൂടി നിൽക്കും അവരുടെ സാധനങ്ങൾ എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഇതിപ്പോൾ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് മെയിൻ കാരണം അതിൻ്റെ പോരായ്മയായിട്ട് പറയപ്പെടുന്നത്. പക്ഷേ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരോട് പറയാനുള്ളതാണ്, നോർമലി iPhone 16 സീരീസ് വന്നു. പ്രോ മാക്സിൽ നിന്നും പ്രോയിലേക്ക് വിലയും കുറവുണ്ട്, ചില കാര്യങ്ങളും കുറവുണ്ട്. പ്രോയിൽ നിന്നും 16 വരുമ്പോൾ അതിലേക്കും കുറച്ച് പ്രൈസും കുറവുണ്ട്, അതിൽ ഫീച്ചേഴ്സിലും കാര്യമായ കുറച്ച് കുറവുകളുണ്ട്. അതേപോലെ 16 80,000 രൂപയാണ്. 16e 60,000 രൂപയ്ക്ക് വരുമ്പോൾ അതിലും ചില കാര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. നാച്ചുറലാണ്, അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആപ്പിൾ ഇൻ്റലിജൻസ് അടക്കം 60,000 രൂപയ്ക്ക് ഫോൺ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. പറയാൻ കാരണം ഇതിൻ്റെ നോച്ച് ഡിസൈൻ. യെസ്, നോച്ച് ഡിസൈനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സ് സേഫ് ചാർജിങ് ഇല്ല. ഞാൻ ഇവിടെ 16 Pro Maxും 15 Pro Max കുറേ കാലം ഉപയോഗിക്കും. ഞാനിതുവരെ മാക്സ് സേഫ് ചാർജിങ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ മാക്സ് സേഫ് ചാർജിങ് ഉപയോഗിക്കണമെന്ന് വാശിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലെന്നേ ഉള്ളൂ. സാധാരണ വയർലെസ് ചാർജിങ് 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട് ഇതിനകത്തും. അതേപോലെ GPU കോറിൽ ഒരു കോർ കുറവാണ്. അതൊരു വലിയ ഡീലൊന്നുമല്ല. അതായത് സാധാരണ യൂസിനൊന്നും നിങ്ങൾ അറിയേയില്ല ഈ സംഭവം. ഹെവി ഗെയിം കളിക്കുമ്പോഴായാലും അതൊരു ടോപ്പ് പീക്ക് പെർഫോമൻസ് കിട്ടുമ്പോൾ അവിടെയാണ് ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ലാണ്ട് ഇത് ഒരു തരത്തിൽ നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബ്രൈറ്റ്നസ് വിഷയമൊന്നുമില്ല. ഡീസൻറ്റ് ബ്രൈറ്റ്നസ് ആവശ്യത്തിനുള്ളതുണ്ട് അതിനകത്ത്. സോ വേറെ വിഷയങ്ങൾ നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കുന്ന കാര്യമായ പ്രശ്നങ്ങളൊന്നും ഈ ഫോണിനില്ല. എനിക്കാകെ ഇഷ്ടക്കേട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് റിയർ സൈഡിലെ സിംഗിൾ ക്യാമറ മോഡ്യൂളിൻ്റെ ഒരു ഡിസൈൻ. അത് വേണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാ ഫോണിലും ക്വാഡ് ക്യാമറ, അത് കാര്യം ഈ ഡുവൽ ക്യാമറയും ക്വാഡ് ക്യാമറയും യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഈ സിംഗിൾ ക്യാമറ മോഡ്യൂൾ വേണ്ടായിരുന്നു. ഒരു 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയെങ്കിലും വെച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നി. അത് മാത്രമാണ് ഒരു ഇഷ്ടക്കേടായിട്ട് എനിക്ക് തോന്നിയത്.
ബാക്കിയൊക്കെ യൂഷ്വലായിട്ട് ഒരു 20,000 കുറയുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കുറയും എന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. ആ രീതിയിലുള്ളൊരു കുറവ് തന്നെ ഇതിൽ കാണുന്നുള്ളൂ. സോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പരിഗണിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഒരഭിപ്രായം വില ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അതായത് നിങ്ങൾക്ക് ഓഫറുകൾ ഇപ്പോൾ തന്നെയുണ്ട്. 4,000 രൂപയുടെ ബാങ്ക് ഓഫറോ അതേപോലെ 6,000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറൊക്കെ ഉണ്ട്. സോ 50,000 റേഞ്ചിൽ കിട്ടും ഓഫറൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. 80,000 രൂപയാണ് 16. ഇത് 55,000 രൂപ റേഞ്ചിൽ ഓഫറിൽ 50,000 രൂപ റേഞ്ചിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? എന്താ കുഴപ്പം? വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. എടുക്കേണ്ടെന്നുള്ളവർ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണ്ടെന്ന് വെച്ചോളൂ. ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ സംഘടിപ്പിക്കും, വിശദമായ യൂസർ എക്സ്പീരിയൻസും ഷെയർ ചെയ്യും. ഇനി 1-2 ഫോണുകൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തത് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ട് കാണാൻ മറക്കരുത്. കാരണം രണ്ടും നല്ല ഫോണുകളാണ്. ഒന്ന് വിവോ V50, ഇത് വന്നിട്ട് നല്ല ക്യാമറയുള്ള ഫോണാണ്. ഒപ്പം തന്നെ ബാക്കി എല്ലാം ഒരു ഡീസൻറ്റ് ലെവലിൽ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ആണ് ഈ ഡീസൻറ്റ് ലെവൽ എന്ന് ഉദ്ദേശിച്ചത്. അത് ഹെവി പെർഫോമൻസ് അല്ല, ആ റേഞ്ചിലത്തെ ബെസ്റ്റ് അല്ല. പക്ഷേ നല്ല ക്യാമറയുണ്ട്. 50 മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറയാണ് മെയിൻ ക്യാമറ സെറ്റപ്പ്. സെൽഫി ക്യാമറ 50 മെഗാപിക്സലാണ്. 7 Gen 3 പ്രോസറാണ്. സാധാരണ യൂസറൊന്നും ഒരു പ്രശ്നവുമില്ല, ഗെയിമും കളിക്കാം. പക്ഷേ ആ പ്രൈസിന് ഗെയിമിംഗ് ആണെങ്കിൽ വേറെ ഇഷ്ടംപോലെ ഫോണുകളുണ്ട്, അതിന് നോക്കരുത്. ക്യാമറയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടും. ഒപ്പം 6000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ എല്ലാം നന്നായിട്ടുണ്ട്. സോ വിവോ ഫോണുകൾ, ഒരു ക്യാമറ ഫോണുകൾ നോക്കുന്നുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട, ലിങ്ക് ഇത് അവിടെ കൊടുക്കാം. അടുത്തൊരു ഫോണാണ് Realme P3 Pro. അത്യാവശ്യം ഡീസൻറ്റ് ഫോണാണ്. നെബുല ഡിസൈൻ എന്ന് പറയുന്നൊരു ഡിസൈനൊക്കെയാണ്. രാത്രി തിളങ്ങും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് തിളങ്ങിയില്ലെങ്കിൽ തന്നെയും നമുക്ക് ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പെർഫോമൻസ് ഒക്കെ സ്നാപ്ഡ്രാഗൺ 7S Gen 3 ഉണ്ട്, IP66, 6.8, 6.9 തുടങ്ങിയ റേറ്റിംഗ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 7 ഐ പ്രൊട്ടക്ഷൻ ഉണ്ട്, ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അങ്ങനെ എല്ലാം നല്ല സെറ്റപ്പിലാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസുമാണ്. സോ P3 Proയുടെ ഡീറ്റെയിൽ വീഡിയോ ചാനലുണ്ട്, കാണാൻ മറക്കണ്ട, ഇവിടെ കൊടുക്കാം. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ എലോൺ മസ്ക് കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ച് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ട്വിറ്ററൊക്കെ വാങ്ങിച്ചപ്പോൾ ആളുടെ ട്വീറ്റുകളാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ആൾ അടുത്തതായിട്ട് വാങ്ങിക്കാൻ പോകുന്ന സംഭവം OpenAI, അത് നമ്മുടെ ChatGPTയുടെ ടീമിനെ വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞ് ഇത് വിൽക്കാനല്ല എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ആ പരിപാടി നടന്നില്ല എലോൺ മസ്കിൻ്റെ. എന്തായാലും കൊള്ളാം. OpenAI ഓൾറെഡി സെറ്റാണ്, അത് വിൽക്കരുത്. ശരിക്കും പറഞ്ഞാൽ വിറ്റാൽ അതിൻ്റെ റേറ്റിംഗ് കാരണം ഇനിയും കൂടും. ഇല്ലാത്ത പൈസക്ക് അതിന് ചാർജുകൾ വരും, ഉറപ്പാണ്. ഈ ട്വിറ്റർ വാങ്ങിയിട്ട് അതിന് സബ്സ്ക്രിപ്ഷൻ കിട്ടതാണ് നമ്മുടെ എലൺ മസ്ക്. അതേപോലെ ഇതിനും പണിയാവും. ഇത് ഇപ്പോഴേക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഭംഗിയിൽ പോകുന്നുണ്ട്. എന്തായാലും അതിൻ്റെ തലവൻ കൊള്ളാം, കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത് Xiaomi 15 Ultra ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 2-ാം തീയതിയാണ്, ഗ്ലോബൽ ലോഞ്ചാണ്. ഇന്ത്യയിൽ വരുമ്പോൾ തന്നെ അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും എന്നും കേൾക്കുന്നുണ്ട്. കിഡിലൻ ക്യാമറ, അതാണ് അതിൻ്റെ മെയിൻ സംഭവം. വരട്ടെ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇനി അടുത്തൊരു കാര്യമാണ് OnePlus 13 mini. അത് ഇറങ്ങുന്നുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. 8 പ്രോസറും 6000 mAh ബാറ്ററി. മിനി ഫോണാണ്, ചെറിയ ഫോണാണ്, പക്ഷേ അതിലും 6000 mAhൻ്റെ ബാറ്ററി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സെറ്റപ്പായിട്ടാണ് വരാൻ പോകുന്നത്. നിങ്ങളൊരു കോമ്പാക്ട് ഫോൺ നോക്കുന്നുവെങ്കിൽ സാംസങ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ സാംസങ് അല്ലെങ്കിൽ അല്ല, സാംസങ്ങിൻ്റെയും അതിൻ്റെ റേഞ്ചിലേക്ക് എത്താൻ പോകണില്ല എന്നാണ് മനസ്സിലാവുന്നത്. സംഭവം കിഡിലിനാണെന്നാണ് മനസ്സിലാവുന്നത്. വരട്ടെ, വന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ. OnePlus 13 mini കോമ്പാക്ട് ഫോൺ നോക്കുന്നവർ വെയിറ്റ് ചെയ്തോളൂ. ഇനി അടുത്തൊരു കാര്യം, iPhone 17 Air. ഈ ഡിസൈനുകളിൽ നമ്മൾ ഇതിൻ്റെ iPhone 17 സീരീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 17 Proയുടെ ഡിസൈൻ ഒക്കെ പറഞ്ഞിട്ട് ഒരു ഡിസൈനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഈ കാണുന്ന ഡിസൈൻ. ബട്ട് ഇതല്ല, ഒരു മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്ന തരത്തിലാണ് നമ്മൾ അന്ന് കാണിച്ചത്. പിക്സൽ ഫോണിൻ്റെ രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കും ഈ പ്രോ മോഡലിൽ iPhone 17 Proയിൽ വരിക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ല, ഇപ്പോൾ ഈ കാണുന്ന തരത്തിലാണ് വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ പോക്കോ ഫോണുകളിൽ കാണുന്ന രീതിയിൽ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഈ എയർ എന്ന് പറയുന്ന iPhone 17 എയറിൻ്റെ ഡിസൈൻ നമ്മൾ അന്ന് കാണിച്ച് പോലെ തന്നെ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ക്യാമറ അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടിട്ട് സംഭവം വെച്ചിട്ട് എനിക്കെന്തോ 17 സീരീസിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ആ പിക്സലിൻ്റെ പോലെ മുകളിൽ 3 ക്യാമറ നിരന്ന് വന്നപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അത് ആപ്പിൾ ചെയ്ത് വരുമ്പോൾ നല്ല പ്രീമിയം ഫീൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷേ ചിലപ്പോൾ വരുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇനി അടുത്തൊരു ലോഞ്ച് വരുന്നുണ്ട്, വിവോ T4X വരുന്നുണ്ട്. വരട്ടെ, നല്ല സെഗ്മെൻറ്റ് ലാർജസ്റ്റ് ബാറ്ററി ആയിരിക്കും എന്നാണ് പറയുന്നത്. വരുന്നുണ്ട്. വിവോയുടെ ഫോണുകൾ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ T4X വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. T4Xനെ കുറച്ച് കാണരുത് കേട്ടോ. ഒരു 10,000 താഴെയൊക്കെ, ഒരു 13,000 താഴെ ആയിരിക്കും മിക്കവാറും വരിക. T3X ഒക്കെ 13,000 രൂപ റേഞ്ചിലായിരുന്നുകൊണ്ട്. സോ ആ റേഞ്ചിലെ ഒരു അടിപൊളി ഫോൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. വിവോയുടെ എന്നോട് എഴുതി തള്ളരുത്, T സീരീസ് വേറെ ഐറ്റമാണ്. നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. വരട്ടെ. നത്തിങ് ഫോൺ 3A അതിൻ്റെ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. 50 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ആണെന്നാണ് അറിയുന്നത്. നന്നാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വരട്ടെ. നത്തിങ് ഫോൺ 3A 4-ാം തീയതിയാണ് ലോഞ്ച്. പിന്നെ Android 16 അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാതെ കണ്ടു നോക്കുക. ബീറ്റ 1 അടക്കമുള്ള വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബീറ്റ 2 വന്നിട്ടുണ്ട്. ക്യാമറയുടെ ഭാഗത്ത് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ആണ് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വാർത്തയാണ്, വിവോയാണ് ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ്. ഞാൻ പറഞ്ഞില്ലേ, T സീരീസ് ഒന്നും തള്ളിക്കളയേണ്ട. V സീരീസ് ഇപ്പോൾ ഇറങ്ങിയ V50 ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. വീഡിയോയുടെ കിടക്കുന്നുണ്ട്, കാണാൻ മറക്കണ്ട. ഇവന്മാർ അടിപൊളിയാ, അത് ആ റേഞ്ചിൽ ക്യാമറയൊക്കെ അടിപൊളിയാ. അതുകൊണ്ടാണ് അവർ ഇന്ത്യസ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡിൽ IDC റിപ്പോർട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ടോപ്പ് അവരാണ്, സാംസങ് ഒന്നും അല്ല.
ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഓൺലൈനിൽ ഫോൺ വാങ്ങിക്കുന്ന പിള്ളേരെക്കാൾ കൂടുതൽ ആൾക്കാർ ഓഫ്ലൈനിലാണ് വാങ്ങിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നിയതാണ്, അല്ലാണ്ട് ഇവരിങ്ങനെ മുമ്പിൽ കയറി വരാൻ വഴിയില്ലല്ലോ. എന്തായാലും വിവോയാണ് ടോപ്പ് സെല്ലിംഗ് ബ്രാൻഡ് ഇൻ ഇന്ത്യ IDC റിപ്പോർട്ട് അനുസരിച്ച്. ഇനി അടുത്തൊരു വാർത്തയാണ് OnePlusന്റെ അലർട്ട് സൈഡിലുള്ള സ്ലൈഡർ എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മ്യൂട്ടാക്കുന്ന സ്വിച്ച് അത് മാറ്റി ആക്ഷൻ ബട്ടൺ ആക്കാൻ പോവുകയാണ്. നമ്മുടെ ഐഫോണിലുള്ള ആക്ഷൻ ബട്ടൺ പോലെ മൾട്ടി പർപ്പസ്, ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. നന്നായി അല്ലേ? കുറേ പേര് നന്നായില്ല എന്ന് പറയുന്നു. അലർട്ട് സൈഡ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നു. ഇഷ്ടമാണ്, അത് ആക്ഷൻ ബട്ടൺ ആവുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇത് പണ്ടും ഇത് ആക്ഷൻ ബട്ടൺ തന്നെ ആവുന്നതിന് മുമ്പ് ഞാൻ സൈലൻറ്റ് ബട്ടണായിട്ട് തന്നെ ഉപയോഗിച്ചേ. ഇപ്പോൾ ആക്ഷൻ ബട്ടൺ ആയപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. സോ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മറ്റു രീതിയിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാമല്ലോ. സോ അലർട്ട് സ്ലൈഡർ മാറും, ആ സ്ലൈഡ് മെക്കാനിസം മാറും. അതിന് വെച്ചിട്ട് ഒരുപാട് ആക്ഷനൊന്നും കൊടുക്കാൻ പറ്റില്ല. പ്രസ് ചെയ്യുന്ന ബട്ടണായിരിക്കും, സാധ്യതയുണ്ട്. മാറ്റമെന്ന് പറയേണ്ടി വരും ഫോണുകളിലൊക്കെ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയാൻ ഓപ്പോയുടെ Find X80 മിനി വരുന്നു. OnePlus 30 മിനി ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഒരു മിനി സെയിം സാധനമാവാനും മതി. പിന്നെ സാംസങ്ങിൻ്റെ S25 എഡ്ജ് വരുന്നു, അതും ഒരു കോമ്പാക്റ്റ് ഫോണാണ്. ഓൾറെഡി അവർക്ക് S25 ഉണ്ട്. അതുകൂടാണ്ട് സ്ലിമ്മായ കോമ്പാക്റ്റ് ഫോണാണ് S25 എഡ്ജ്. കോമ്പാക്റ്റ് ഫോണുകൾ തരംഗമാവാൻ പോവാണെന്ന് തോന്നുന്നു. ഒരുപാട് കോമ്പാക്റ്റ് ഫോണുകൾ വരുന്നുണ്ട്. അപ്പോൾ കോമ്പാക്റ്റ് ഫോൺ എടുക്കാനുള്ളവരൊക്കെ ഈ ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ. ഒരുപാട് എണ്ണം വാങ്ങിക്കാനുള്ള ഓപ്ഷനുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. സോ അത്രയുമാണ് ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകൾ. കൂടുതൽ വാർത്തകൾക്കും മറ്റൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാ ആഴ്ചയിലും ടെക് ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.